നവാഗത സംവിധായകൻ വിജിത് നമ്പ്യാർ ഒരുക്കുന്ന ചിത്രമാണ് മുന്തിരി മൊഞ്ചൻ. ഈ ചിത്രത്തിനു ശേഷം തൻ്റെ അടുത്ത ബ്രഹ്മാണ്ഡ സിനിമയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് വിജിത് നമ്പ്യാർ. ഇതിൽ ശ്രദ്ധേയമായ കാര്യം, നായകനായി മലയാളത്തിലേക്ക് ഈ ചിത്രത്തിലൂടെ എത്തുകയാണ് ബോളിവുഡ് സൂപ്പർ താരം അമീർ ഖാൻ. പരശുറാം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, ചൈനീസ് ഭാഷകളിൽ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ നിർമ്മാണ കമ്പനിയാണ്. കളരിയെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കുന്നത്. ഒരു വികലാംഗ കളരി ഗുരുക്കളായാണ് അമീർ ഖാൻ ചിത്രത്തിലെത്തുന്നത്. കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളത്തിൽ നിന്നുമുള്ള ഒരുപിടി താരങ്ങൾ സിനിമയുടെ ഭാഗമാകുമെന്നും സംസാരമുണ്ട്. 2020 ഷൂട്ടിംഗ് തുടങ്ങി 2022 ഡിസംബറിൽ റിലീസായിരിക്കും ഈ ചിത്രം തിയേറ്ററുകളിലേക്കെത്താൻ സാധ്യത. പ്രമുഖ തമിഴ്, ഹിന്ദി സംവിധായകരുടെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള വിജിത് നമ്പ്യാർ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മ്യൂസിക്കൽ റൊമാന്റിക് കോമഡി മുന്തിരി മൊഞ്ചൻ ജൂലൈയിൽ ഇറോസ് ഇന്റർനാഷണൽ വേൾഡ് വൈഡ് റിലീസ് ചെയ്യും. മികച്ച സിനിമകളിലൂടെ പ്രേക്ഷകരെ എന്നും അമ്പരപ്പിക്കുന്ന നടനാണ്. രോമാഞ്ചമുണ്ടാക്കുന്ന കാഴ്ചകളാലും ട്വിസ്റ്റുകളാലും വ്യത്യസ്തങ്ങളായ കഥകളാലും സമ്പന്നമായിരുന്നു ആമിറിന്റെ സിനിമകൾ. കണ്ണും പൂട്ടി ആ നടന്റെ സിനിമയ്ക്ക് പ്രേക്ഷകൻ കയറുന്നതും ആ വിശ്വാസം കൊണ്ടാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ തഗ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും സൃഷ്ടിച്ചില്ല. അടുത്ത കാലത്ത് വന്ന് എല്ലാവരെയും ഞെട്ടിച്ച വാർത്ത 1000 കോടി ബജറ്റിലൊരുങ്ങുന്ന മഹാഭാരതത്തിൽ അമീർ ഖാൻ നായകനായി വരുന്നു എന്നതാണ്. 7 ഭാഗങ്ങളായി വരുന്ന സിനിമയിൽ അമീർ ശ്രീകൃഷ്ണന്റെ വേഷത്തിലാകും അഭിനയിക്കുക എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചിത്രം മുകേഷ് അംബാനിയാകും നിർമ്മിക്കുക എന്നും 7 ഭാഗങ്ങളിൽ വരുന്ന സിനിമയുടെ ഓരോ സീരീസും വ്യത്യസ്ത സംവിധായകരാകും സംവിധാനം ചെയ്യുക എന്നും റിപ്പോർട്ടുകൾ വരുന്നു. എന്തായാലും മലയാളത്തിലേക്ക് അരങ്ങേറുന്ന വാർത്തയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. ആമിർ ഖാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.